Hi guys. So this is day 3 of Grow with Joe's 20 minutes workout. ഇപ്പോൾ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് തീർന്നു, അത് ക്ലോസ് ചെയ്തു, ഫോൺ എടുത്തൊന്ന് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇറ്റ് വാസ് ഗുഡ്. ബോഡി നല്ല രീതിയിൽ ഹീറ്റപ്പായി, നല്ല രീതിയിൽ സോർനെസ് ഉണ്ട് പല സ്ഥലങ്ങളിലും. ബോഡി ഒരു ബേണിംഗ് സെൻസേഷൻ നല്ല രീതിയിലുണ്ട്. ആൻഡ് ഞാൻ പിന്നെ ഫാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എ സി കംപ്ലീറ്റ്ലി ഞാൻ ഇടാറില്ല. കംപ്ലീറ്റ്ലി എ സി ഇടാറില്ല, എ സി ഇല്ല, ഉള്ളത് ചത്തിരിക്കുകയാണ്. ലൈക്ക് ഐ സെഡ് യു ഓൺ ഡേ 2 ഞാൻ പറഞ്ഞ പോലെ. സോ ആസ് യൂഷ്വൽ ഈ വീഡിയോയും അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് വൈഫൈയുടെ പ്രശ്നവും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് സോ വളരെ സ്വെറ്റ് ചെയ്തിട്ടുണ്ട്. ദർ ആർ പീപ്പിൾ ഹൂ സ്വെറ്റ് മോർ. ഞാൻ പിന്നെ ഇത്രയാണ് വിയർത്തത്. പിന്നെ ആസ് യൂഷ്വൽ ബോഡിയൊക്കെ വിയർത്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത്. സോ ഇന്ന് ജൂലൈ 27th ആണ്. സോ ഡേ 3. അപ്പം കുഴപ്പമില്ല, മുട്ടിന് ചെറിയ വേദനയും ബുദ്ധിമുട്ടും ഉണ്ട്. ഞാൻ പൊതുവേ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വാമപ്പ് ചെയ്തിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് മുന്നേ മുട്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വേദന. സോ ഞാൻ മുട്ടിന് കഴിവതും സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ ഈ വർക്കൗട്ടിൽ, ഈ ഒരു 20 minutes വർക്കൗട്ടിൽ നമ്മൾ ചെറിയ രീതിയിലൊരു ഹാഫ് സ്ക്വാട്ടിങ് രീതിയിലൊക്കെ പോലത്തെ ഒരു ചില എക്സർസൈസുകളുണ്ട്. അപ്പോൾ അത് അധികം ഞാൻ അതിന് മുട്ടിന് അധികം സ്ട്രെയിൻ കൊടുക്കാത്തതിൽ അധികം കൂടുതലങ്ങ് സ്ക്വാട്ടിങ് എന്നുള്ള രീതിയിൽ കറക്റ്റ് അങ്ങ് ചെയ്യാതെ ഒരു മോഡറേറ്റ് രീതിയിൽ നിന്നാൽ ചെയ്യുന്ന കാരണം മുട്ടിന് പ്രശ്നമാവുമല്ലോ. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഡേ 3 ഇങ്ങനെ കഴിഞ്ഞു. ഹോപ്പ്ഫുള്ളി ഇതേപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് കരുതുന്നു. ഞാൻ ജോലി വിട്ട് നേരെ വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സ് മാറി ആസ് യൂഷ്വൽ ഈ ഒരു വർക്കൗട്ടിന് ഞാൻ യൂസ് ചെയ്യുന്ന ബനിയനും ഇതുമൊക്കെയാണ്, ഇതൊക്കെ എടുത്തിട്ട് ആസ് യൂഷ്വൽ ചെയ്യുന്നു. അപ്പം കാരണം ജോലി വിട്ട് വന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് എവിടെയെങ്കിലും കുറച്ച് നേരം ഇരുന്നിട്ട് ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ മടി പിടിച്ചു പോകും. സോ വന്ന ഉടനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ആസ് യൂഷ്വൽ വർക്കൗട്ടിന് കയറി. സോ നമുക്കില്ലേ വർക്കൗട്ട് തീരാറാവുന്ന ടൈം ആകുമ്പോഴത്തേക്കും തീരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വേറെ കേസ്. മേ ബി അത് ലൈഫിൽ ഒബ്വിയസ്ലി വെയിറ്റ് കൂടുതലുള്ള ആളല്ലേ. അപ്പോൾ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യുമ്പം ബോഡിയിൽ പല സ്ഥലങ്ങളും വേദനയും കഴപ്പും ഇതെല്ലാം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ടയർഡ്നെസ് നല്ല രീതിയിൽ വരും. വേദന, സോർനെസ് ഇതൊക്കെ വരുമ്പോൾ വർക്കൗട്ട് തീരുന്നില്ലല്ലോ എന്ന്. ബട്ട് എനിവേസ് ഡേ 3 അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു വാശി ആഗ്രഹം എന്ന് വെച്ചാൽ 1 വീക്ക് ഒരു തടസ്സവും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നാണ്. അതിനൊക്കെ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം. ഓക്കെ ദെൻ ബൈ ഗൈസ്. അപ്പോൾ വൺ മോർ തിങ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് എൻകറേജ്മെൻറ്റാണ്. നെഗറ്റീവ് അടിക്കാൻ നിൽക്കുന്ന ഒരു ദേവി നെഗറ്റീവ് അടിക്കാൻ നിൽക്കാതെ നിങ്ങൾ ദേവി ഇത് പോകും. നെഗറ്റീവ് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഓക്കെ ഗൈസ്, ബൈ.